ജാനകിയുടെയും അഭിയുടെയും വീട്ടിലെ വളരെ നിർണായക ദിവസങ്ങൾ തന്നെയാണ് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അജയുടെ തനിനിറം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അജയുടെയും നിരഞ്ജനയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അജയുടെയും നിരഞ്ജനയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഇനി മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ദിവസത്തിനുള്ളിൽ എന്ത് വേണോ സംഭവിക്കാം. പക്ഷെ അജയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ശരൺ. എന്നാൽ ശരണിനെയും അവിടെ അമൃതയുടെയും ആ ഒരു അളകാപുരിയിലുള്ള എല്ലാവരുടെയും ശത്രുവാക്കി മാറ്റുവാണ് ഇപ്പോ അജയ് ചെയ്തത്. ഈ സമയത്ത് തന്നെ നിരഞ്ജന നല്ല വധുവിന്റെ വേഷത്തില് അണിഞ്ഞൊരുങ്ങി ആ കതിർ മണ്ഡപത്തിലേക്ക് ഒരു സമയത്ത് അജയുടെ വധുവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച നിരഞ്ജന അവസാനം വലിയ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നേരിടേണ്ടി വന്നത് നിരഞ്ജനയ്ക്ക്. എന്നാൽ ഇതെല്ലാം അജയുടെ ഒരു പ്ലാനിങ് ആണ് എന്ന് നിരഞ്ജന ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിരഞ്ജന എന്ന് മാത്രമല്ല, അളകാപുരിയിലുള്ള ഒരാളും, പ്രത്യേകിച്ച് ജാനകി പോലും നമ്മുടെ അജയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ വധുവിന്റെ വേഷത്തില് അണിഞ്ഞൊരുങ്ങി കതിർ മണ്ഡപത്തിലോട്ട് വരുവാണ് നിരഞ്ജന. ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് പോരാട്ടത്തിനൊടുവിലാണ് അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അജയുടെയും നിരഞ്ജനയുടെയും വിവാഹം ഒരിക്കലും നടക്കത്തില്ല, അതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അജയ്ക്കും നിരഞ്ജനയ്ക്കും തുണയായിട്ട് നിരഞ്ജനയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാനകി. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ അളകാപുരിയിലും മരുമകളാക്കുമെന്ന് ജാനകി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ. അങ്ങനെ ആ ഒരു വാക്കാണ് ജാനകി ഇപ്പോ പാലിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. പാലിക്കാനല്ല, പാലിക്കുന്ന ആ വാക്ക് വരെ എത്തിയിരിക്കുന്നത്. അതിൽ നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിരഞ്ജന ജാനകിയോട് നന്ദി പറയുവാണ്. എന്തായാലും ജാനകിയേട്ടത് തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ നമ്മുടെ നിരഞ്ജനയുടെ കഴുത്തില് താലി കെട്ടാൻ വേണ്ടിയിട്ട് അജയ് പോവാണ്. പക്ഷേ അജയ് യഥാർത്ഥത്തിൽ നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുരുക്കിൽ വീഴാൻ പോകുന്നത് നിരഞ്ജന തന്നെയായിരിക്കും. അത് മാത്രമല്ല, അളകാപുരിയുടെ അടിവേര് തന്നെ അജയ് ഇളക്കിയെടുക്കും. അങ്ങനെ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം അജയ് സ്വന്തമാക്കിയിരിക്കും. പക്ഷെ യഥാർത്ഥ സത്യം അറിയാവുന്ന ശരണിന് മാത്രമാണ്. ശരണിന് മാത്രമേ ഇനി അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ശരൺ ഒരിക്കലും ശരൺ അഥവാ അജയെ കുറിച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവുകൾ സഹിതം അജയ് കുറ്റക്കാരനാണ്, അജയുടെ തനിനിറം പുറത്തു കൊണ്ടുവരാനായിട്ട് അവിടെ ശരണിന് സാധിക്കും, തെളിവുകൾ സഹിതം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരണിന്റെ ജീവിതം തന്നെയാണ് അജയ് തകർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ടുള്ള ബ്രഹ്മാസ്ത്രം തന്നെ അജയുടെ പക്കലുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബത്തെ തകർന്നു പോകാതെ താങ്ങി നിർത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ? അജയുടെ തനിനിറം പുറത്തു കൊണ്ടുവരാനായിട്ടും അവിടെ ജാനകിക്ക് സാധിക്കുമോ? പ്രത്യേകിച്ച് അമൃതയുടെയും ശരണിന്റെയും വിവാഹം മുടങ്ങാതെ, വിവാഹമല്ല അവരുടെ വിവാഹ ജീവിതം മുടങ്ങാതെ, ആ ഒരു ഡിവോഴ്സിലോട്ട് എത്തിക്കാതെ വീണ്ടും ശരണിന്റെ ഭാര്യയായിട്ട് തന്നെ അമൃതയ്ക്ക് പോകാനായിട്ട് സാധിക്കുമോ? അതിനുള്ള വഴി ജാനകി കണ്ടെത്തുമോ? അത് മാത്രമല്ല, ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട്. അത് മാത്രമല്ല, നിരഞ്ജനയുടെയും അജയുടെയും വിവാഹം നടക്കുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ആ ഒരു കതിർ മണ്ഡപം വരെ എത്തിയെങ്കിൽ പോലും അവസാന നിമിഷം എന്ത് വേണോ സംഭവിക്കാം.